പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുക രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലെ 16-ാം അധ്യായമാണ്. ഹനാനിയുടെ മകൻ യേഹു വഴി കർത്താവ് ബാഷായ്ക്കെതിരെ അരുൾ ചെയ്തു: ഞാൻ നിന്നെ പൊടിയിൽ നിന്നുയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ രാജാവാക്കി. എന്നാൽ നീ ജെറോബോവാമിൻ്റെ വഴിയിൽ നടക്കുകയും എൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഞാൻ ബാഷായെയും അവൻ്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കും. നിന്റെ ഭവനം നെബാരത്തിന്റെ മകൻ ജെറോബോവാമിന്റെ ഭവനം പോലെയാക്കും. പട്ടണത്തിൽ വെച്ച് മരിക്കുന്ന ബാഷാ വംശജരെ നായ്ക്കൾ ഭക്ഷിക്കും. വയലിൽ വെച്ച് മരിക്കുന്നവരെ ആകാശപ്പറവകളും. ബാഷായുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ബാഷായും പിതാക്കന്മാരോട് ചേർന്നു തിർസായിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ മകൻ ഏല ഭരണമേറ്റു. ജെറോബോവാമിന്റെ ഭവനത്തെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ പാപം ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ആ ഭവനത്തെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഹനാനിയുടെ മകനായ യേഹു പ്രവാചകൻ വഴി കർത്താവ് ബാഷായ്ക്കും അവന്റെ വംശത്തിനുമെതിരായി സംസാരിച്ചത്. ഏല. യൂദാ രാജാവ് ആസായുടെ 26-ാം ഭരണവർഷം ബാഷായുടെ മകൻ ഏല ഇസ്രായേലിന്റെ രാജാവായി തിർസായിൽ ഭരണം തുടങ്ങി. അവൻ 2 വർഷം വാണു. എന്നാൽ അവന്റെ തേർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിമ്രി അവനെതിരെ ഗൂഢാലോചന നടത്തി. തിർസായിലെ നഗരാധിപനായ അർസായുടെ ഭവനത്തിൽ ഏല മദ്യപിച്ച് മത്തനായി കിടക്കുകയായിരുന്നു. സിമ്രി അകത്തു കടന്ന് അവനെ വധിച്ചു. അവൻ രാജാവായി. യൂദാ രാജാവായ ആസായുടെ 27-ാം ഭരണവർഷത്തിലാണ് ഇത് സംഭവിച്ചത്. രാജാവായ ഉടനെ അവൻ ബാഷാ ഭവനത്തെ മുഴുവൻ കൊന്നൊടുക്കി. ബാഷായുടെ ബന്ധുക്കളോ സ്നേഹിതരോ ആയി ഒരു പുരുഷനും അവശേഷിച്ചില്ല. യേഹു പ്രവാചകൻ വഴി ബാഷായ്ക്കെതിരെ കർത്താവ് അരുൾ ചെയ്തതുപോലെ അവന്റെ വംശത്തെ മുഴുവൻ സിമ്രി നശിപ്പിച്ചു. വിഗ്രഹാരാധന വഴി പാപം ചെയ്തും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചും ബാഷായും മകൻ ഏലായും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഏലായെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സിമ്രി. യൂദാ രാജാവ് ആസായുടെ 27-ാം ഭരണവർഷം സിമ്രി തിർസായിൽ 7 ദിവസം ഭരിച്ചു. ഇസ്രായേൽ സൈന്യം ഫിലിസ്ത്യ നഗരമായ ഗിബത്തോണിനെതിരെ പാളയമടിച്ചിരിക്കുകയായിരുന്നു. രാജാവിനെതിരെ സിമ്രി ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു എന്ന് പാളയത്തിൽ അറിവ് കിട്ടി. അന്ന് അവിടെ വെച്ചു തന്നെ ഇസ്രായേൽ ജനം സേനാനായകനായ ഓമ്രിയെ രാജാവാക്കി. ഓമ്രിയും ഇസ്രായേൽ ജനവും ഗിബത്തോണിൽ നിന്ന് പുറപ്പെട്ട് തിർസ വളഞ്ഞു. പട്ടണം പിടിക്കപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ സിമ്രി കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ കടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ജെറോബോവാമിനെ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിനെ പാപമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു. കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചതിനാലാണ് അവന് ഇത് സംഭവിച്ചത്. സിമ്രിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവന്റെ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഓമ്രി. ഇസ്രായേൽ ജനം ഇരുചേരികളിലായി പിരിഞ്ഞു. ഗിനാത്തിന്റെ മകൻ
തിബ്നിയെ രാജാവാക്കാൻ ഒരു വിഭാഗം അവന്റെ പക്ഷത്തും മറുവിഭാഗം ഓമ്രിയുടെ പക്ഷത്തും ചേർന്നു. ഓമ്രി പക്ഷം ഗിനാത്തിന്റെ മകൻ തിബ്നിയുടെ അനുയായികളെ തോൽപ്പിച്ചു. തിബ്നി മരിക്കുകയും ഓമ്രി രാജാവാവുകയും ചെയ്തു. യൂദാ രാജാവായ ആസായുടെ 31 ഭരണവർഷം ഓമ്രി ഇസ്രായേലിൽ രാജാവായി. 12 വർഷം അവൻ ഭരിച്ചു. 6 വർഷം തിർസായിലാണ് വാണത്. 2 താലന്ത് വെള്ളിക്ക് അവൻ ഷെമേറിന്റെ കയ്യിൽ നിന്ന് സമരിയ മല വാങ്ങി ചുറ്റും കോട്ട കെട്ടി പട്ടണം നിർമ്മിച്ചു. പട്ടണത്തിന് മലയുടെ ഉടമസ്ഥനായ ഷേമേറിന്റെ നാമം ആസ്പദമാക്കി സമരിയ എന്നു പേരിട്ടു. ഓമ്രി കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. മുൻഗാമികളെക്കാളേറെ തിന്മയിൽ മുഴുകി. അവൻ നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചെയ്യിച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഓമ്രിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവന്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഓമ്രി പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആഹാബ് ഭരണമേറ്റു. ആഹാബ് യൂദാ രാജാവായ ആസായുടെ 38 ഭരണവർഷമാണ് ഓമ്രിയുടെ മകൻ ആഹാബ് സമരിയായിൽ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായത്. അവൻ 22 വർഷം ഭരിച്ചു. ഓമ്രിയുടെ മകൻ ആഹാബ് തന്റെ മുൻഗാമികളെക്കാളധികം കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീദോൻ രാജാവായ യത്ബാലിന്റെ മകൾ ജസബെലിനെ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു. സമരിയായിൽ താൻ പണിയിച്ച ബാൽ ക്ഷേത്രത്തിൽ ബാലിന് അവൻ ഒരു ബലിപീഠം സ്ഥാപിച്ചു. അവൻ ഒരു അഷേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. തന്റെ മുൻഗാമികളെക്കാൾ അധികമായി ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവന്റെ കാലത്ത് ബദേലിലെ ഹിയേൽ ജെറീക്കോ പണിയിച്ചു. നൂനിന്റെ മകൻ ജോഷു വഴി കർത്താവ് അരുൾ ചെയ്തതുപോലെ നഗരത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് മൂത്ത മകൻ അബിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു.